സാർ, ഈ റഷ്യൻ ഉക്രൈൻ വാറിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാട് സത്യത്തിൽ വളരെ മാതൃകാപരമാണ്. രണ്ടു കൂട്ടരോടും സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യയുടെ വിഖ്യാതമായ ഒരു സംസ്കാരം ഉണ്ടല്ലോ, യുദ്ധവിരുദ്ധമായ സമാധാനത്തിന്റെ പക്ഷത്ത്. രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു, രണ്ടുപേരും ഞങ്ങളുടെ ഒരു ഫ്രാറ്റേണിറ്റി പ്രഖ്യാപിച്ചു. എന്നിട്ട് രണ്ടു കൂട്ടരോടും പറഞ്ഞു, നിങ്ങൾ യുദ്ധം തുടരാൻ പാടില്ല, വെടി നിർത്തുന്നതാണ് നല്ലത്, രണ്ടു കൂട്ടരോടും പറഞ്ഞു. പക്ഷേ അന്ന് ഇന്ത്യ നേരിട്ട ഒരു വലിയ പരാതി നമ്മൾ കൊടുക്കുന്ന പണം കൊണ്ടാണ്. റഷ്യയുടെ എണ്ണ വാങ്ങുന്നു, നമ്മൾ വലിയ തോതിൽ എണ്ണ വാങ്ങുന്നു, നമ്മൾ ആ എണ്ണയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പണം കൊണ്ടാണ് റഷ്യ പോയിട്ട് ഉക്രൈനെ അടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആക്ഷേപം അവർ തന്നെ പറഞ്ഞതാണ്. പലപ്പോഴും നമ്മുടെ നേതാക്കന്മാരുടെ, നമ്മുടെ വിദേശകാര്യമന്ത്രിയുടെയൊക്കെ ഉക്രൈൻ സന്ദർശന വേളയിൽ അവർ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഉക്രൈൻ റഷ്യയോട് ഇപ്പോൾ അമേരിക്കയുടെ വലിയ ഭീഷണി ഉണ്ടായിട്ടും നമ്മൾ റഷ്യയോട് വല്ലാതെ അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഉക്രൈന് അത്രയും വിരോധം ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കഴിഞ്ഞ ദിവസം UN ജനറൽ അസംബ്ലിയിൽ വ്ളാദിമിർ സെലൻസ്കി വളരെ സന്തോഷത്തോടെ, വളരെ പ്ലസൻ്റ് ആയിട്ടാണ് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത്. പലതവണ ഇന്ത്യയെ പ്രശംസിച്ചുകൊണ്ട്, ഇന്ത്യ ഞങ്ങളുടെ സഹോദര രാജ്യമാണ്, അവർക്ക് നല്ലതേ തീരുമാനിക്കാനാവൂ, നല്ലതേ ചെയ്യാനാവൂ, ഇന്ത്യയെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ അവരുടെ ആഭ്യന്തര കാര്യങ്ങളാണെന്ന് പറയുണ്ടായി. അപ്പോൾ നമുക്ക് റഷ്യയെ പിണക്കാനും വയ്യ, എന്നാൽ ഉക്രൈനെ നമുക്ക് കളയാനും വയ്യ. എന്താണ് ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന ഒരു ധർമ്മസങ്കടം? അല്ല, ഇന്ത്യ നേരത്തെ പിന്തുടർന്നിരുന്ന ഒരു നയം എന്ന് പറയുന്നത് നമുക്കറിയാം. നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ്, ചേരിചേരാ നയം. നാം റഷ്യയുടെ കൂടെയോ അല്ലെങ്കിൽ യുക്രൈൻ്റെ കൂടെയോ അല്ല യുദ്ധത്തിൻ്റെ കാര്യത്തിൽ. അല്ലാത്ത കാര്യത്തിൽ നമുക്ക് സൗഹൃദമുണ്ട്. അപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ രണ്ടു കൂട്ടരുടെയും കൂടെ അല്ല എന്ന് പറഞ്ഞ പ്രസ്താവനയാണ് നേരത്തെ നിങ്ങൾ രണ്ടുപേരും യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ഇന്ത്യ പറഞ്ഞതിൻ്റെ അർത്ഥം അതായത്. ആ അർത്ഥം ഇപ്പോൾ സെലൻസ്കി മനസ്സിലായിരിക്കുന്നു, തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ UN അസംബ്ലിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇന്ത്യയെ ശ്ലാഘിച്ചുകൊണ്ടാണ് എന്നുള്ളത് ശരിയാണെങ്കിലും അദ്ദേഹം നാറ്റോ രാഷ്ട്രങ്ങളോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ എക്കാലത്തും സുരക്ഷിതരായിരിക്കും എന്ന് കരുതരുത് എന്നാണ്. നാറ്റോ രാഷ്ട്രങ്ങളുടെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നിങ്ങൾ ഒരിക്കലും എക്കാലത്തും സുരക്ഷിതരായിരിക്കും എന്ന് കരുതരുത്. നോക്കൂ, പോളണ്ടിന് മുകളിൽ റഷ്യ ആക്രമണം നടത്തി. ബാൾട്ടിക് രാജ്യങ്ങളിൽ നടത്തുന്ന എസ്റ്റോണിയയുടെ മുകളിൽ എന്ത് ചെയ്യുന്നു? വിമാനങ്ങൾ പറക്കുന്നു. ബ്രിട്ടന് ചുറ്റുമായിട്ട് അവരുടെ ഡ്രോണുകൾ വളഞ്ഞു. നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത് എന്ന് അവരോട് ചോദിക്കേണ്ടായി. അപ്പോൾ അവർ പറഞ്ഞതിൽ ഒരർത്ഥമുണ്ട്. ഞങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ സഹായഹസ്തങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നില്ല. തീർച്ചയായിട്ടും. അപ്പം അദ്ദേഹത്തിൻ്റെ ശത്രുത മുഴുവൻ ഇപ്പം അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. എന്ന് വെച്ചാൽ പറഞ്ഞോ പറയാതെ. അദ്ദേഹം പറഞ്ഞത് ഒരു കോംപ്ലിമെന്റ് കൂടി ഉണ്ട് സാർ. പറഞ്ഞതൊരു പക്ഷേ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ സാറ് കൃത്യമായൊരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ നിങ്ങൾ ഈ റഷ്യയുടെ എണ്ണ വാങ്ങിയിട്ട് ആ പണം കൊണ്ട് ഞങ്ങളെ നേരെ ബോംബ് ഇടുന്നു, മിസൈൽ അയക്കുന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതൊരു കുറ്റമാണെങ്കിൽ അന്താരാഷ്ട്ര ധാരണ പ്രകാരം ഞങ്ങളൊരു വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നു, ന്യായമായ മാർഗത്തിൽ കച്ചവടം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എണ്ണ ആവശ്യമുണ്ട്, അവരുടെ കയ്യിൽ എണ്ണ തരാനുമുണ്ട്. എന്നാൽ ഈ കുറ്റം ഞങ്ങൾ വാങ്ങുന്നതിൻ്റെ 6 ഇരട്ടി എണ്ണ വാങ്ങുന്നത് നിങ്ങളുടെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യവും ഇതും ചേർന്നതാണ്. കാരണം ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അറിഞ്ഞും അറിയാതെയും വളരെ കൃത്യമായി റഷ്യയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് ഞങ്ങളുടെ നേരെയാണ്, നാളെ നിങ്ങൾക്ക് നേരെയും അവർ റഷ്യ നീക്കം നടത്തും. ഈ സംഭാഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുൻപ് ഉണ്ടായിരുന്ന ഒരു ജിയോ പൊളിറ്റിക്സ് അല്ല ഇന്ന് ആക്ടിവേറ്റ് ചെയ്യും. നേരത്തെ ഈ ആഗോളതലത്തിലേക്കുള്ള രാഷ്ട്രതങ്ങളുടെ ബന്ധങ്ങൾക്ക് മാന്യതയും അന്തസ്സും ഉണ്ടായിരുന്നു. ഒരാൾ പറഞ്ഞാൽ ആ പറഞ്ഞ വാക്കിന് അർത്ഥമുണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ്, മുൻകാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് വ്യത്യസ്തനാണ്. തീർച്ചയായിട്ടും അല്ലേ? മുൻകാലത്തെ അമേരിക്കൻ പ്രസിഡന്റുമാർ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിനൊപ്പം അവർ നിന്നിട്ടുണ്ട്. ട്രംപ് പക്ഷെ അങ്ങനെയല്ല ചെയ്യല്ല. ട്രംപ് ഇന്നൊരു കാര്യം പറയും, നാളെ അതിനെ തള്ളി പറയും. സ്ഥിരതയില്ല, വാക്കുകൾക്ക് വിലയില്ല, ഒന്നുമില്ല, ഒരു വ്യവസ്ഥയുമില്ല. അദ്ദേഹത്തിന്റെ താല്പര്യം ഈ കച്ചവടക്കാർക്ക് പോലും ചില കൃത്യമായ മര്യാദകളുണ്ട്. ആ മര്യാദ പോലും അദ്ദേഹം പാലിക്കുന്നില്ല എന്നത് സെലൻസ്കി അവസാന നിമിഷത്തിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുകയും അതിനേക്കാളൊക്കെ മാന്യവും അന്തസ്സുമായിട്ടുള്ള
ഒരു നിലപാട് പ്രഖ്യാപിച്ച് ഇന്ത്യയെ ശ്ലാഘിക്കാൻ അദ്ദേഹം തയ്യാറായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ, എനിക്ക് തോന്നുന്നു ഈ യുദ്ധത്തിൽ ഇത്ര റഷ്യൻ വിരുദ്ധമായ നിലപാടെടുത്തിട്ട് ഉക്രൈൻ്റെ കൂടെ ഞാനുണ്ട്, ഞങ്ങളുണ്ട് എന്നൊരു ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ടേയിരുന്നല്ലോ ട്രംപ്. ഇപ്പോൾ ആ മെസ്സേജ് കൊണ്ട്, ട്രംപിന്റെ സഹായം കൊണ്ട് ഉക്രൈന് പ്രത്യേകിച്ച് ഒരു സഹായവും കിട്ടാനില്ല. മാത്രമല്ല ദോഷം മാത്രമേ വരാനുള്ളൂ എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ ആ യുദ്ധം എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തിന്റെ ആത്മാവിനെ തന്നെ കൊന്നു തീർക്കുകയാണ്. എത്ര കൊല്ലമായി? 3 കൊല്ലമായി, 3.5 കൊല്ലമായി അല്ലേ? 22 ഏപ്രിൽ. ഏതെങ്കിലും പട്ടാളക്കാർക്ക് ആ യുദ്ധം തുടരാനായിട്ട് താല്പര്യം ഉണ്ടാകും. റഷ്യയിലുള്ള പട്ടാളക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല, യുക്രൈനിലുള്ളവർക്കും താല്പര്യം ഉണ്ടാവില്ല. മാത്രമല്ല അതിശക്തമായിട്ട് റഷ്യ ഈ യുക്രൈന് മേലുള്ള അള്ളിപ്പിടുത്തം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയുമാണ് നമ്മൾ കാണുന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ റഷ്യയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഉപരോധം കൊണ്ടത്. അത് എണ്ണ ഉപരോധമാണല്ലോ ഏറ്റവും പ്രധാനം. അത് പൊളിഞ്ഞ് പാളീസായി എന്ന് മാത്രമല്ല, എണ്ണക്കച്ചവടത്തിൽ റഷ്യ വലിയ കുതിപ്പുണ്ടാക്കുകയും ചെയ്യും. നമ്മളതിൽ നിന്ന് ഒരുപാട് ലാഭം ഉണ്ടാക്കി. നമ്മളോട് റഷ്യ പറഞ്ഞ് നിങ്ങൾക്ക് ബാരലിന് $4-5 കുറച്ച് തരാം. അതിനേക്കാളൊക്കെ നമുക്ക് ആകർഷണീയമായിട്ടുള്ള അവരുടെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്യ തന്നാൽ എണ്ണ തരാം എന്നുള്ളതായിരുന്നു. നേരത്തെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഈ ഡോളർ കൊടുക്കണ്ടേ. അപ്പം അവിടെ അമേരിക്കയ്ക്ക് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അമേരിക്കയുടെ ആധിപത്യം സാമ്പത്തിക മേഖലയിൽ നഷ്ടപ്പെടുന്ന തരത്തിൽ ഡോളറിനെ ദുർബലപ്പെടുത്തിയ ഒരു തീരുമാനമാണ് റഷ്യയുടെ ഈ പ്രക്രിയ എന്ന്. ഇന്ത്യക്ക് മാത്രമല്ല, ഏത് രാഷ്ട്രത്തിനും ഞങ്ങൾ എണ്ണ തരാം, ആ രാഷ്ട്രത്തിന്റെ കറൻസി കൊടുത്താൽ മതി എന്നാണ്. അതൊരു വലിയ അഘാതമാണ്. ആരും അതങ്ങനെ കാര്യമായിട്ട് എടുത്തില്ലെങ്കിൽ പോലും അമേരിക്കയ്ക്ക് അത് കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ ആധിപത്യം നഷ്ടപ്പെടുന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടായ ചില റിയാക്ഷൻസ് ആണ് സെലിൻസ്കിയിൽ നിന്ന് ഈ ഇന്ത്യക്ക് അനുകൂലമായിട്ട് ഇപ്പോൾ കിട്ടിയത് അല്ലേ? അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ വേണം കരുതാൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുള്ളത്, അമേരിക്കൻ അലൈ എന്ന് പറയുന്ന, അമേരിക്കയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന നാറ്റോ സഖ്യ രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഉള്ളവർ, അവരാരും ഇപ്പോൾ അമേരിക്കയുടെ കൂടെ ഫലത്തിലില്ലാത്തൊരു സാഹചര്യം കൂടി ഇല്ലേ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാരണം അവരാരുണ്ട് ഇപ്പോൾ റഷ്യക്കെതിരായി ഉപരോധം പ്രഖ്യാപിച്ചു. ഉപരോധം പറഞ്ഞ പോലെ, സാർ തന്നെ പറഞ്ഞ പോലെ പൊളിഞ്ഞ് പാളീസായി. അമേരിക്കയ്ക്ക് ഒരു പ്രതിസന്ധി വന്നാൽ, മാത്രമല്ല സാമ്പത്തികമായി അമേരിക്കയുടെ നട്ടല്ലൊടിഞ്ഞിരിക്കുകയാണ് പലതരത്തിൽ. ഇപ്പോൾ ഇന്ത്യക്ക് നേരെ ഈ റെസിപ്രോക്കൽ താരിഫ് വന്നല്ലോ, അതിൻ്റെ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായത് അമേരിക്കയ്ക്ക് തന്നെയാണ്. ഇപ്പോൾ ആപ്പിള്, നമ്മുടെ ഈ ആ തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, നമുക്ക് നേരെ വന്നത് 2 സാധനങ്ങൾക്കാണ്, സ്റ്റീലിനും അലൂമിനിയത്തിനും. നമ്മൾ അമേരിക്കയിൽ കയറ്റുമതി അയക്കുന്ന സാധനങ്ങൾക്കാണ് ഇവർ ഈ പീനൽ താരിഫ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഈ പിഴച്ചുങ്കം കൊടുത്തത്. അതിന് പകരം നമ്മൾ റെസിപ്രോക്കൽ താരിഫ് കൊടുത്തത് അവരുടെ ആപ്പിള് ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്കാണ്. അപ്പോൾ അത് അമേരിക്കയുടെ സമ്പദ്ഘടനയെ തകർത്തു വലിയ തോതിൽ. അമേരിക്കയിൽ നിന്ന് ഉള്ള ഇറക്കുമതി, അമേരിക്കയിൽ നിന്നുള്ള നമുക്കും അതിനകത്ത് ക്ഷീണമുണ്ട്, അവർക്കും ക്ഷീണമുണ്ട്, 2 കൂട്ടരും. കാരണം നമ്മൾ ഇപ്പോൾ ഈ പത്രത്തിലേക്ക് ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് പറയുന്നത്, നമ്മളിവിടുന്ന് അങ്ങോട്ട് കയറ്റി അയച്ചിരുന്ന ഐഫോണുകൾ അത് ഏതാണ്ട് 50% ഇടിഞ്ഞു കഴിഞ്ഞ് നമുക്ക് പല കാര്യങ്ങളിലും സംഭവിക്കുന്നതാണ്. സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഒക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് നമ്മളെന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മളതിന് കീഴടങ്ങാൻ തയ്യാറാവുന്നില്ല. നമ്മളതിന് പകരമായിട്ട് ബദൽ മാർഗങ്ങൾ തേടുന്നു. ക്ഷീണമൊക്കെ ഉണ്ടാവും, പക്ഷേ ക്ഷീണം പോലെയല്ല കീഴടങ്ങും. നമ്മൾ ബദൽ മാർക്കറ്റ് കണ്ടുപിടിക്കും. അതെ, നമ്മൾ മാർക്കറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ മുന്നേ അങ്ങനെയാണ് പോകേണ്ടത്. ഇപ്പോൾ ഒടുവിൽ നടക്കുന്ന ചർച്ച, അവിടെ ജയശങ്കർ സാർ, ഈ വിദേശകാര്യമന്ത്രിയുണ്ട്, നമ്മുടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും ഉണ്ട് അമേരിക്കയിൽ. എന്തൊക്കെയോ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. അല്ല, കുറച്ച് കഴിയുമ്പോൾ ശരിയാവായിരിക്കും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ഇങ്ങനെ പരസ്പരം പരിക്കേൽക്കുമ്പോഴേ അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഇരു രാഷ്ട്രങ്ങൾക്കും പറ്റില്ല. അപ്പം അതുകൊണ്ട് അത് പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പം ചൈനയായിട്ട് അമേരിക്ക ഇത്രമാത്രം ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അമേരിക്കയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നതിൽ അവർ ആ കടുംപിടുത്തം ചുങ്കത്തിൻ്റെ കാര്യത്തിൽ കാണിക്കുന്നില്ല. ഇന്ത്യയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ, എല്ലാ കാര്യത്തിലും അങ്ങനെ. അമേരിക്ക അതിനകത്ത് എടുത്തിരിക്കുന്നത് വളരെ സ്വാർത്ഥപരമായിട്ടുള്ളൊരു നിലപാടാണ്. ഒരു കാരണവശാലും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ കൊണ്ടുവരാൻ പറ്റാത്ത തരത്തിൽ അവർ അതിനെ അവരുടെ സ്വകാര്യ താല്പര്യ പ്രശ്നം മാത്രമായിട്ട് മാറ്റിയെടുത്തിരിക്കുകയാണ്. അതിന് തിരുത്തലുണ്ടെങ്കിൽ മാത്രമാണ് ഈ അന്താരാഷ്ട്ര ബന്ധങ്ങൾ പഴയതുപോലെ മുന്നോട്ട് പോവുകയുള്ളൂ. അമേരിക്കക്ക് അവരുടെ പഴയ ഒരു പ്രൗഢിയുടെ അടുത്തെങ്കിലും എത്താനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ തരിപ്പണാൻ സാധ്യതയുണ്ട്. കാരണം പുതിയ ബന്ധങ്ങൾ, ലോകക്രമം എന്ന് വെച്ചാൽ ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ രൂപപ്പെടുകയാണ്. അമേരിക്കയ്ക്ക് പകരമായിട്ട്, അല്ലെ അമേരിക്കൻ അച്ചുതണ്ടിന് പകരമായിട്ട് റഷ്യയുടെയും ചൈനയുടെയും ഇന്ത്യയുടെയും ഒരു ലോകത്രയം എന്ന് പറയുന്നത് പതുക്കെ രൂപപ്പെട്ട് വരികയാണ് ചെയ്തത്.
അതിൻ്റെ കൂടെ ബ്രസീലും സൗത്ത് ആഫ്രിക്കയും ഒക്കെ ചേരുന്ന സമയത്ത് അതിൻ്റെ ശൃംഖല കുറേ കൂടി ശക്തിപ്പെടാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അതുകൊണ്ട് ലോകക്രമത്തിൽ വന്ന ഈ മാറ്റം ഏറ്റവും ഒടുവിൽ സെലൻസ്കി തന്നെ തിരിച്ചറിഞ്ഞ് ലോകത്തോട് പറയുന്നു എന്ന് അതെ വേണം, അതാണ് അല്ലേ? സെലൻസ്കി അങ്ങനെ പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം, അത് തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും.